ഇത് നമ്മുടെ സമൂഹത്തിന് ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പലരും ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി അതേപോലെ ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ ഇത് നൽകുന്നത്? ഇപ്പം സിനിമകളിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് അതെങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടോ? ഇല്ല. അതായത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നല്ലല്ലോ ഈ പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മുന്നേ സൂചിപ്പിച്ച പോലെ ഇവരെ എതിർക്കപ്പെടേണ്ടവരാണ്, ഇവരെ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇവർക്കും എക്സിസ്റ്റൻസ് വേണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന കാര്യത്തിലൊരു ഇൻഫ്ലുവൻസ്, ആ ഒരു വിഷയം ആളുകളുടെ ഇടയിലേക്ക് എത്താൻ, അവരെ ഇങ്ങനെ വെറുക്കുന്നതിൽ നിന്നും മാറി അവരെ കൂടെ നിർത്താൻ, അവർ മനുഷ്യരായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ആളുകൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ അതൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ്.